ചേട്ടാ ഹലോ നമസ്കാരം. ചേട്ടന്റെ പെണ്ണിന് വേണ്ടി 3 ചെറുക്കന്മാരെ ഞാൻ കൊണ്ടുവന്നില്ലേ? അതുകൊണ്ടല്ലോ തനിക്ക് 3 പേരിട്ടേക്കണേ. അതവിടെ നിൽക്കട്ടെ. ഒന്നൊരു കളക്ടർ, ഒന്നൊരു പോലീസ് സൂപ്രണ്ട്, പിന്നെ ഒരു എഞ്ചിനീയർ. ഇങ്ങനെ 3 പേരെ കൊണ്ടു. ചേട്ടന്റെ മോക്കും ഇഷ്ടപ്പെട്ടില്ല. എന്താ കാരണം? ഞാനൊരു മിമിക്രിക്കാരനാ. എന്റെ മോളെ കെട്ടിക്കണമെങ്കിൽ ഞാനൊരു മിമിക്രിക്കാരനെ കൊണ്ടേ കെട്ടിക്കൂ. ചേട്ടാ മിമിക്രിക്കാരന് എന്ത് ക്വാളിറ്റി ഉണ്ടെന്ന് ചേട്ടൻ പറയണത്? എടാ അത്യാവശ്യം കഴിവുണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കാം. പിന്നെ കുറച്ച് കഴിവാണെങ്കിൽ തന്നെ ടി വിയിൽ എന്തെങ്കിലും പരിപാടി അവതരിപ്പിച്ച് ജീവിച്ചു പോകാൻ പറ്റും. അതുകൊണ്ട് ചേട്ടാ ആണല്ലോ. അതുകൊണ്ട് തന്നെ ചേട്ടന്റെ മോക്ക് പറ്റിയ, ചേട്ടനും പറ്റിയ ഒരു സൂപ്പർ സുന്ദരൻ വീരശൂര പരാക്രമിയായ ഒരു മിമിക്രിക്കാരൻ ചെറുക്കനെ ഞാൻ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ആണോ? പിന്നെ വീരശൂര പരാക്രമി ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ചെക്കനെ വിളിക്കേ. അയ്യോ, ഒരു പ്രശ്നമുണ്ട്. അവൻ മിമിക്രിക്കാരനാണ്. അതുകൊണ്ട് അവന്റെ രക്തത്തിൽ മിമിക്രി അലിഞ്ഞു ചേർന്നിരിക്കുന്നതുകൊണ്ട് മിമിക്രി ഭാഷയിൽ മാത്രമേ അവൻ സംസാരിക്കുള്ളൂ. അതുപോലെ മിമിക്രി ശൈലിയിൽ വിളിച്ചാലേ അവൻ വരത്തുള്ളൂ. മിമിക്രി ശൈലിയാ എന്ന് പറഞ്ഞ ചേട്ടാ, നമ്മൾ പേര് അനൗൺസ്മെന്റ് ചെയ്ത് ചേട്ടൻ വായിട്ട് മ്യൂസിക് ഇടണം. മ്യൂസിക് ഇടണം. പിന്നെ ചെക്കനെ വിളിക്കും, ഞാൻ മ്യൂസിക് ഇട്ടോളാം. പ്രിയമുള്ളവരെ, ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു ഞങ്ങളുടെ ചെറുക്കൻ ശ്രീ കലാപം ജായപ്പൻ. ഇതാണ് വീരശൂര പരാക്രമി എന്ന് പറഞ്ഞത്. ഒരു ക്രിമിയുടെ എത്രയുള്ളൂ? അങ്കിളെ ചെറുതായി പോയതാണോ കുഴപ്പം? അതെ, ആറ്റം ബോംബ് വളരെ ചെറുതായിരിക്കും, പക്ഷെ അപാരമായ സ്ഫോടക ശേഷിയായിരിക്കും. ഇതാണല്ലേ ട്രൂപ്പിന്റെ മാനേജർ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ചെറുക്കൻ മിമിക്രിക്കാരനാണ്, മിമിക്രി ശൈലിയിലെ സംസാരിക്കത്തുള്ളൂ. ട്രൂപ്പിന്റെ മാനേജർ എന്ന് ചോദിച്ചാൽ ഗ്രഹനാഥനാണോ എന്നാണ് ചോദിച്ചത്. ഞാൻ തന്നെ അപ്പൻ. അതെ, ഈ സ്റ്റേജ് ഒന്നും ഒരു സുഖമില്ലല്ലോ. ഇവൻ ഇത് കൊള്ളവാക്കും. ഈ സ്റ്റേജ് എന്ന് ഉദ്ദേശിച്ച വീടിനെയാണ് ഉദ്ദേശിച്ചത്. ഇത് നമുക്ക് പൊളിച്ചു പണിയാം. വലിപ്പം ഇത്തിരി കൂടി പോയി, ഓട്ടോറിക്ഷ പിടിച്ച് വരേണ്ടി വരുന്നുണ്ട്. ശരി ശരി. അല്ല, ഇയാൾ മിമിക്രിക്കാരൻ തെളിവെന്താ ഉള്ളത്? എന്ത് വേണം? എന്തുണ്ട്? കംപ്ലീറ്റ് കഴിവുകളാ. ആണോ? ഇവിടം തൊട്ട് ഇവിടം വരെ കഴിവാ. പക്ഷെ പിഴിഞ്ഞെടുക്കണം. ഇപ്പൊ തന്നെ നാരക പിഴിഞ്ഞ പോലെ ഇരിക്കണത്. ഇനി അതും വെസ്റ്റേൺ മ്യൂസിക്കിന്റെ സൗണ്ട് ഉണ്ട്. എന്റെ തൊണ്ട കൊണ്ട് ഒരു വെസ്റ്റേൺ മ്യൂസിക്കിന്റെ സൗണ്ട് ഇടും. സ്വന്തം തൊണ്ട കൊണ്ടാ? പിന്നെ വല്ലവന്റെ തൊണ്ട കൊണ്ട് എനിക്ക് മ്യൂസിക് ഇടാൻ പറ്റുമോ? ശരി ശരി. ഹലോ, അനൗൺസ് ചെയ്തു. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ചെറുക്കൻ അവതരിപ്പിക്കുന്നു ശ്രീ വെസ്റ്റേൺ മ്യൂസിക്കിന്റെ സൗണ്ട്. ആരുടെ വെസ്റ്റേൺ മ്യൂസിക്കിന് ശ്രീ ചേർക്കണത്? ഇടുവാ. അധികം ബഹുമാനമൊന്നും വേണ്ട കേട്ടോ. നീ കാരണം ഈ കല്യാണം കുളമാവാൻ ചാൻസ് ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി. താങ്ക് യു. പക്ഷെ ഇത് അടിപൊളിയാണ്. പക്ഷെ ഈ കൊപ്പോഴും ഇവിടെ കിടന്ന് എന്താ കാണിച്ചെന്ന് മനസ്സിലായില്ല. ബ്രേക്ക് ഓൺ ഡാൻസ്. എന്താ ബ്രേക്ക് ഓൺ ഡാൻസ് കളിച്ചാൽ ഇതിന് കൊഴുപ്പേകാൻ വേണ്ടി? നിനക്ക് ബ്രേക്ക് ഓൺ ഡാൻസ്, ഞങ്ങൾക്ക് ഇത് തുമ്പി തുള്ളലാ. ഇത് വേണ്ട കേട്ടോ. ഹലോ, എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. പക്ഷേ ഡിസ്കും എന്ന് പറഞ്ഞാൽ എന്റെ മകൾക്ക് ചെലവിന് കൊടുക്കാൻ പറ്റുമോ? വേറെന്താ ഉള്ളത്? സുനാമിയുടെ സൗണ്ട് ഉണ്ട്. ഭയങ്കര സൗണ്ട്, വെറൈറ്റി ആയിരിക്കും. ചെവി പൊത്തി പിടിച്ചോ, ചെവിയൊക്കെ അടച്ചു പോകും. കൊച്ചു കുട്ടികളൊക്കെ ഈ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ചെവി പൊത്തി പിടിച്ചോളാൻ പറ. പ്രിയമുള്ളവരെ, നമ്മുടെ ചെറുക്കൻ അവതരിപ്പിക്കുന്നു ശ്രീ സുനാമിക്ക് ശ്രീ ചേർക്കോ? നീ ആരാടാ? ശ്രീശാന്തിന്റെ അപ്പന? ശ്രീ ഇല്ലാത്ത സുനാമി. ശരി ശരി. ഭയങ്കര മുണ്ട് ഈ പാന്റിൽ നോക്കി പിടിച്ചോ. ഇപ്പൊ രണ്ടും കൂടി എങ്ങനെ പറ്റണ? ചെവിയും പറ്റണം. ഇത് ആകെ 2 കൈയിലും വെള്ളം കയറി വരും. ശരി ശരി. അത്രയ്ക്ക് പവർഫുൾ ആണ്. എടുത്തോ മോനെ. സുനാമിയുടെ സൗണ്ട്. ഇത് കലക്കൂത്. വരവ് കണ്ടറിയാം. കലക്കൂത്. ഇട്ടോ സൗണ്ട് ഇട്ടോ. സംഭവം കഴിഞ്ഞു. സൗണ്ട് ഇട്ടോ. തീർന്നു. ഞാനൊന്നും കേട്ടില്ല. ചെവി പൊത്തി പിടിച്ചിരിക്കല്ലേ, പിന്നെ എങ്ങനെ കേൾക്കാനാ? മനുഷ്യനെ കളിയാക്കരുന്ന് പറയട്ടാ. അതെ, നല്ലൊരു സംഭവം കാണിച്ചപ്പോ എന്നെ കളിയാക്കി വിട്ടില്ലേ? എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട്? ഇതുപോലത്തെ സംഭവം പറ്റില്ല. ഏതെങ്കിലും സിനിമാ താരങ്ങളെ അനുകരിക്കാൻ പറ്റുമോ? പിന്നില്ലേ. ഏത് സിനിമ നടനാ? എന്റെ ഹൈറ്റും വെയിറ്റും ഒക്കെ വെച്ചിട്ട് ഒറ്റ നടനേ ഞാൻ ചെയ്യുള്ളൂ. സുരേഷ് ഗോപി. ഭരത്ചന്ദ്രൻ IPS എന്ന് പറയുന്ന സിനിമയിലൂടെ സുരേഷ് ഗോപിയുടെ തിരിച്ചു വരവ് ഞാൻ ചെയ്യും. അതെങ്ങനെയത്? അവിടെ പോയിട്ട് തിരിഞ്ഞിങ്ങോട്ട് വരും. ശരി ശരി. പോയിട്ട് വാ. ആക്ഷൻ ഇട്ടോണ്ട് വരണേ. മ്യൂസിക് ഉണ്ടോ? മ്യൂസിക് ഉണ്ട്. ഇവിടെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ട് പൂവങ്കോഴി പോണ പോലെയാണല്ലോ പോണത്. എന്താ ഇത്? കാട ഫ്രൈയാ?
ആരെ വെടി വെച്ചേ? സ്വന്തം വെടി വെച്ചാണ്. സുരേഷ് ഗോപി എങ്ങനെ ചെയ്യണമെന്ന് ആണുങ്ങൾ കാണിച്ചു തരാം. അപ്പനറിയാമോ? ആ അറിയാം. അത് ശരി, മിമിക്രിക്കാരനാണല്ലേ? അതെ. ലേലം എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപി. ലേലം വിളിക്കാൻ പോണോ? അല്ല, സുരേഷ് ഗോപി ലേലം എന്ന ചിത്രത്തിൽ ആനക്കാട്ടിൽ ചാക്കോച്ചിയായിട്ട്. ശരി ശരി, കാണിക്കും. കണ്ടോ? തിണ്ണമെടുക്ക കാണിക്കട്ടെ. പെണ്ണ് കാണാൻ വന്നു പോയില്ലേ? കാണിച്ചോ. അങ്ങ് പോലെ അങ്ങോട്ട് വാങ്ങണോ? എവിടെ പോവാനാ? ആണുങ്ങളിൽ ആണായ അബ്കാരി പ്രമാണി കടയാടി രാഘവൻ, the upcoming terror കടയാടി തമ്പി, the cruel cold-blooded കുന്നേൽ ഔദക്കുട്ടി, the aging but fearless boost icon കുന്നേൽ മത്തച്ഛൻ. എന്റെ അപ്പച്ചനെ പുറകിന്ന് കുത്തിയത് ഈ കൂട്ടത്തിൽ ഇത് തന്തയ്ക്ക് പറക്കാത്തവനാണെങ്കിലും അവനൊക്കെ കൂടിക്കരിക്കുന്നതും വിധി പറയുന്നതും ചാക്കോച്ചി നേരിട്ടായിരിക്കും. തിരിച്ചു വരും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ചെറുക്കന് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അത്രയും പ്രോത്സാഹിപ്പിക്കത്തില്ല. മമ്മൂട്ടി നന്നായിരുന്നു. മിമിക്രി ഇതൊക്കെ നമ്മുടെ ആൾക്കാർ കുറെ കണ്ടിട്ടുള്ളതാ. തിരിച്ചു വരും, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ ഒക്കെ. ഇതൊന്നും വേണ്ട, വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കാണിക്ക്, കയ്യടി കിട്ടും. വെറൈറ്റി ആയിട്ട് വേണം. അതായത് ഒരു പുതിയൊരു വെറൈറ്റിയാ. എല്ലാ മനുഷ്യർക്കും ഓരോ മൃഗങ്ങളായിട്ട് സാമ്യമുണ്ട്. അങ്ങനെ എന്തെങ്കിലും കാണിക്കും. ഉദാഹരണത്തിന് ഈ മൂന്നാന കണ്ടാൽ അറിയാം ചിമ്പാൻസി ഉടലെടുത്താണ്. നിനക്കൊരു മൃഗത്തിന്റെ സാമ്യമുണ്ട്. നിനക്കൊരു മൃഗത്തിന്റെ സാമ്യമുണ്ട്. എന്നോട് പറയണ്ട, എനിക്കറിയാം. ഏതത്? കടിച്ചു കീറാൻ നിൽക്കുന്ന സിംഹം. സിംഹം ഞങ്ങളുടെയൊക്കെ നാട്ടില് മഴ പെയ്യുമ്പോ പാടവരമ്പത്ത് വന്ന് നിൽക്കാറുണ്ട്. മാക്കാന്തവളാന്ന് പറയും. ചെറിയൊരു ഷേപ്പ് ഉണ്ട്. ആണല്ലേ? അതിന്റെ ഇടയിലേക്കൊന്നും പോലെ 3 ദിവസം ബോധം ഉണ്ടാവില്ല. ഒന്ന് കഴുകിയിട്ടുണ്ടാ നിനക്ക് ഇതൊക്കെ? ഇപ്പൊ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പുലിയുടെ ലുക്കില്ലേ? മുന്നിൽ കഴുതയെന്നും കൂടെ ചേർക്കണം. കഴുതപ്പുലി, അത് കറക്റ്റാ. അപ്പൊ ഇതുപോലെ നമ്മുടെ ഏഷ്യാനെറ്റിലെ ഓരോ അവതാരകർക്കും ഓരോ മൃഗങ്ങളുമായിട്ട് സാമ്യമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കണ്ണാടി അവതരിപ്പിക്കുന്ന TN ഗോപകുമാർ കണ്ടിട്ടില്ലേ? അദ്ദേഹത്തിന് എരുമയുടെ ശബ്ദവുമായിട്ടാണ് സാമ്യം. TN ഗോപകുമാർ നോക്കിയോ? ഗൾഫ് ഗേറ്റ് ആണോ? മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം. ഇനി കത്തുകളിലേക്കാണ്. പാലയിൽ നിന്നും നാസർ, ജാഫർ, ജോക്കർ, ബ്രോക്കർ എന്നിവർ അയച്ചിരിക്കുന്ന കത്താണ്. ഈ കണ്ണാടി വായിക്കുന്ന ചേട്ടൻ്റെ വായന കൊള്ളാം, പക്ഷെ താടി ഒന്ന് വടിച്ചു കളയണമെന്ന്. ഈ ആവശ്യത്തിലേക്ക് 2 രൂപയും അയച്ചു തന്നിട്ടുണ്ട്. മാന്യ പ്രേക്ഷകൻ സ്റ്റുഡിയോയിലോട്ട് നേരിട്ട് വരികയാണെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ ചെവിയിൽ പറയുന്നതാണ്. എന്തേ കാണിക്കണേ? ചാണകം ഇട്ടോ നോക്കിയതാ. അല്ല, നന്നായിട്ട് അമർന്നുണ്ട്. എന്നാ പിന്നെ അതുകൂടെ കാണിക്കും. വെറൈറ്റി എനിക്ക് മനസ്സിലാവാൻ ചെയ്യട്ടെ. വേറൊരാളുണ്ട്, നമ്മുടെ ജാസി ഗിഫ്റ്റ് എന്ന് പറയും. അദ്ദേഹത്തിന്റെ ശബ്ദം എരുമയുടെ പോലെയാ. അതെങ്ങനെയാന്ന് കണ്ടോ? എരുമ മൊത്തം കൊട്ടേഷൻ വിളിച്ചു. അതെ. കണ്ണാടി പുഴയിലെ വെള്ളാരം കല്ലുമായി മടിവാടം കെട്ടിയൊരുക്കിയ കെട്ടിക്കാലമോർത്തു ഞാൻ മധുരമാ. അച്ഛൻ നന്നായിട്ട് പാടുന്നുണ്ട്. ഗാനമേളക്കൊക്കെ പോകൂടെ? അയ്യോ, അത് വേണ്ട, മിമിക്രി അല്ലേ. ഇനി വേറൊരാളുണ്ട്, അതായത് നമ്മുടെ ഭാവി പ്രവചിക്കുന്ന ആളാ ഏഷ്യാനെറ്റിലൂടെ. ആറ്റുകാൽ രാധാകൃഷ്ണൻ എന്ന് പറയും. അനന്തം അജ്ഞാതമൊക്കെ അവതരിപ്പിക്കുന്നത്. അത് ഷാപ്പിലെ പൂച്ചയുടെ പോലെയാണ്, ഇങ്ങനെ നിൽക്കും. പൂച്ച തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ തിരുവാതിര കളിക്കാരായിരിക്കും. അവർ തിരുവാതിര കളിക്കുമ്പോൾ മൂലസ്ഥാനം ഭൂമിയോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് മൂട് കീറിപ്പോകാൻ സാധ്യതയുണ്ട്. പരിഹാരമായിട്ട് കീറിപ്പോയ ഭാഗം കൈകൊണ്ട് പൊത്തിപ്പിടിച്ചാൽ മതി. രോഹിണി നക്ഷത്രം. രോഹിണിക്ക് രാത്രി ചന്ദ്രന്റെ ദൃഷ്ടിയുള്ളതുകൊണ്ട് രോഹിണി ഗർഭിണിയാകാൻ സാധ്യതയുണ്ട്. പരിഹാരമായിട്ട് രോഹിണി ചന്ദ്രന്റെ ദൃഷ്ടിയിൽപ്പെടാതെ സൂക്ഷിക്കുക. അമ്മയ്യപ്പനും ഭാവി മരുമകന്റെ ആദ്യത്തെ ഉപദേശമായിട്ട് കരുതിയാൽ മതി. അല്പം കൂടെ ഒക്കെ സ്റ്റാൻഡേർഡ് ആവാം. നിനക്ക് പറ്റിയൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതായത് നമ്മൾ തമ്മിൽ അവതരിപ്പിക്കുന്ന ശ്രീകണ്ഠൻ നായർ, അത് പട്ടിയുടെ പോലെയാ. അന്ന് കണ്ടോ? മാന്യ പ്രേക്ഷകർക്ക് തമ്മിൽ തല്ലുന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മലയാളികളുടെ ഇടയിലാണ്. ഇവരെ തമ്മിൽ തല്ലിക്കുക എന്നാണ് എൻ്റെ ഉദ്ദേശം. ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് വിട പറയാണ്. ഗുഡ് ബൈ.
എന്തായാലും കഴിഞ്ഞോ സംഭവം? ആ. ഈ നമ്മൾ തമ്മിൽ അവതരിപ്പിക്കുന്ന ശ്രീകണ്ഠന്മാർ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആർക്ക് വേണമെങ്കിലും കയ്യടി മേടിക്കാം. ഓ. ശബ്ദം അങ്ങോട്ട് കൊടുക്കണം, കയ്യടി ഇങ്ങോട്ട് കിട്ടണം. അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ ഉള്ളൂ. മമ്മൂട്ടി, മമ്മൂട്ടി, മോഹൻലാൽ, ഏ, അല്ല, സുരേഷ് ഗോപി, ഏ, അല്ല, അല്ല. ദിലീപ്. ഹലോ, ഞാൻ പറയാം. മറ്റേ ഹിന്ദിയിലെ മൃദുക്ക് ദോഷം, ഇതുട്ടെ? മൃദുക്ക് ദോഷം, ഹിന്ദിയിലെ മറ്റേ മൃദുക്ക് അത് പറഞ്ഞു വരുമ്പോ നേരം വിളിക്കും. അച്ഛൻ പറഞ്ഞു. ആ, ഈ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ മലയാളികൾ കോൾമേർ കൊള്ളും. അത്രക്ക് സൂപ്പർ സ്റ്റാറാ. കുറെ നാളായി രോമാഞ്ചം കൊണ്ടിട്ട്. കേട്ടോ? കട്ട്ലറ്റ് ജ്വല്ലറി ജനകോടികളുടെ അസ്വസ്ഥ സ്ഥാപനം. ഗൾഫിലെ കേരളം എന്നറിയപ്പെടുന്ന സലാലയുടെ ഹരിതാപയിൽ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നു പുതിയ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. കട്ട്ലറ്റ് ജ്വല്ലറി ജനകോടികളുടെ അസ്വസ്ഥ സ്ഥാപനം. കൊള്ളാം കൊള്ളാം കൊള്ളാം. അച്ഛന്റെ മാസ്റ്റർ പീസ് ഇട്ടല്ലോ. ഓ. ഇനി ഞാൻ എന്റെ മാസ്റ്റർ പീസ് ഇടാം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഓ. എനിക്ക് പെണ്ണിനെ തന്നാ മതി. തീർച്ചയായിട്ടും. ഓക്കെ. ഓക്കെ. ട്രെയിനിന്റെ ശബ്ദം ആണോ? ശരി ശരി ശരി. അനൗൺസ് ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മുടെ ചെറുക്കൻ അവതരിപ്പിക്കുന്നു ശ്രീ. വേണ്ട. വേണ്ട വേണ്ട വേണ്ട. അതെന്താ അത്? ട്രെയിൻ കൂവിയതാ. ആ, വണ്ടി വിട്ടോ. അതെന്താടോ? വിസിലടിക്കാ പോവാൻ പോകാൻ പറ്റില്ല. പറ്റില്ല, പോകാൻ പറ്റില്ല. അതെന്താ? ഗ്യാസ് പോയി. നിന്റെ ട്രെയിനിന്റെ ആ വണ്ടി വിട്. കാഫി കാഫി കാഫി. എന്താടോ? എന്താടോ? ഇപ്പോഴാണ് എനിക്ക് അപ്പന്റെ യഥാർത്ഥ പണി മനസ്സിലായത്. എന്താ? ട്രെയിനിൽ കാപ്പി കച്ചവടം അല്ലേ? അല്ല, എന്നിട്ട് ഒരു standard ആയിട്ട് നിക്കുവാ. ഇന്നൊക്കെ ട്രെയിൻ നിർത്താൻ വേണ്ടി ചെയ്താ. ആണോ? ഇതേതായാലും കൊള്ളാം. ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് പെണ്ണിനെ തരാമോ? തരാം. പ്രോഗ്രാം ഉറപ്പിക്കാമോ? പ്രോഗ്രാം. പ്രോഗ്രാം എന്നാവും പറഞ്ഞത്. കല്യാണം ഉറപ്പിക്കാമോ? മിമിക്രി ഭാഷ. ഓ, ഞാൻ കല്യാണം എന്തായാലും എഗ്രിമെന്റ് ചെയ്ത് അഡ്വാൻസ് ചെയ്യുന്നതിന് മുമ്പ് ആ. ഇവന്റ് എന്ന് പറഞ്ഞാല് മനസ്സിലായില്ലേ? ഇല്ല. വിവാഹ ഉടമ്പടി കരാർ. ഓ ഓ, വിവാഹ എല്ലാം മിമിക്രി ചേർത്തേ പറയൂ. ഓ ശരി ശരി. ഐറ്റം കാണട്ടെ. എന്ത്? എന്താണ്? ഐറ്റത്തെ ഇങ്ങോട്ട് ഇറക്കി വിട്. ഐറ്റം അവൻ പറഞ്ഞില്ലേ? അത് പെണ്ണിനെയാ പറഞ്ഞ. പെണ്ണിനെ ഇവനെ ചവിട്ടി കൊല്ലാറായി. മിമിക്രി ഭാഷ ഐറ്റം. ആ. ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാം. ഒറ്റ നിർബന്ധം എനിക്കുള്ളൂ. എന്താ? ഞാനും പെണ്ണും നല്ല ചേർച്ച ഉണ്ടായിരിക്കണം. പിന്നെ ഓ, ഓ. നാട്ടുകാര് ഞങ്ങൾ രണ്ടുപേരും നടന്നു പോകുമ്പോ അയ്യേ എന്ന് പറയരുത്. ഒരിക്കലും ഉണ്ടാവില്ല. നല്ല ചേർച്ച, അത് മാത്രമേ ഉള്ളൂ. പൊന്നും പണം ഒന്നും എനിക്ക് പ്രശ്നമല്ല. ശരി, ശരി, ഓക്കെ. ശരി. പക്ഷേ പ്രോഗ്രാം നന്നായിരിക്കണം. എന്റെ മോളായതുകൊണ്ട് പറയുകയല്ല, തറവാടിയാണ്, നാണം കുടുങ്ങിയാണ്, അതുകൊണ്ട് വേറെ ഒന്നും ഐറ്റത്തെ വിചാരിക്കരുത്. ഇങ്ങോട്ട് വിളിച്ച് വിട്. ക്ഷമ ലാഗടിക്കുന്നു. മോളെ കമലു വാ. എവിടെ എവിടെ പെണ്ണെവിടെ? ഇവിടെ വന്നിട്ടുണ്ട്. എവിടെ? ദേ നിക്കണേ തൊട്ട് പറകില്ലേ. അതെ, ഇങ്ങോട്ട് വാ. വളർച്ച കൂടില്ലാന്നുള്ള ബുദ്ധി കുറവാ. ഇങ്ങോട്ട് വാ. പ്രായം കുറവാ. അയ്യോ ഈ കറുത്ത പെണ്ണിനെ എനിക്ക് വേണ്ട. കറുത്ത പെണ്ണോ? ആ കൂളിംഗ് ഗ്ലാസ് കൊണ്ടുവരോ? ആ എന്റെ അമ്മേ, ആ. ഇതിനെ ഞാൻ എങ്ങനെ ഒന്ന് കെട്ടിപ്പിടിക്കും? ഒരു മിനിറ്റ്. ആ, ഇതെന്ത് കാണിക്കണേ? എന്തോടി കാണിക്കണേ? വീട്ടിൽ നിന്ന് അച്ഛൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു പെണ്ണിന്റെ ചുറ്റുപാടും ഒന്ന് നോക്കിയിട്ട് വരണം. ആണോ? എന്നിട്ട് എങ്ങനെയുണ്ട്? മീനാറിന് റൗണ്ട് അടിച്ച പോലെ ഉണ്ട്. ഓ ശരി ശരി. നിങ്ങൾ പിന്നെ അച്ഛാ കറക്റ്റ് ആയിട്ട് പറയണം. മൂന്നാനെ പിന്നെ ഞഞ്ഞാ പിഞ്ഞാന്ന് പറയരുത്. ഇല്ല. ഞങ്ങൾ തമ്മിൽ ചേർച്ചയുണ്ടോ എന്ന് പറയണം. പറയാം. പിന്നെ വീട്ടിൽ ചെന്നിട്ട് അതും പറയരുത്. ഇല്ലില്ല. ഇങ്ങോട്ട് പാടി. എന്റെ അമ്മേ, നോക്ക് എങ്ങനെയുണ്ട്? ചേർച്ചയുണ്ടോ? എന്റെ പൊന്നെ, ഇത് കാണുമ്പോഴേ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നത്. അതെന്താ? ഈ മാവിൽ നിന്നും കണ്ണിമാങ്ങ വീണ് കിടക്കുന്നത് പോലെ. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടാ. എന്തായാലും പ്രോഗ്രാം ഉറപ്പിക്കാൻ തീരുമാനിച്ചല്ലോ. ആ, കല്യാണം. അതിൽ മാറ്റമില്ലല്ലോ. ഇല്ല. ചെറുതായിട്ടൊന്ന് ഇന്റർവ്യൂ ചെയ്തോട്ടെ. എടാ ചവിട്ടി ഞാൻ കൊല്ലും കേട്ടോ. ഇവൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ എന്നാന്നറിയോ? പെണ്ണും ചെറുക്കുന്നതിലും സംസാരിച്ചോട്ടെ. എന്റെ പഴയ കാലം ഒന്നുമല്ല, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. ഓ ഓ അതാ, അതിന് കുഴപ്പമില്ല. പോയിക്കോളൂ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, തറവാടിയാണ്. അവള് മാറി ഇന്ന് സംസാരിക്കില്ല, അതാ പ്രശ്നം. അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കണ്ടോ, തറവാടിയാണ്. ഞാൻ പറഞ്ഞില്ലേ? തറവാടിയാ. ആ ചേട്ടാ, നമുക്ക് ആ പരിയമ്പുറത്ത് പോയിരുന്നു സംസാരിക്കാം. നിന്നെ ഇൻഷുർ ചെയ്തല്ല കേട്ടോ. ഇങ്ങോട്ട് നോക്കി. ഇപ്പൊ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എന്റെ കമ്മീഷന്റെ കാര്യത്തിൽ ഒരു കുറവ്. കമ്മീഷൻ ആരും നാം പേടിക്കണ്ട. അതിന് സ്ത്രീധനം തരുന്നതിന്റെ ഒപ്പം. മോളെ എന്താ മോളെ?
വടക്കമ്പാട്ടിലെ ചന്തു പോലെ വന്നല്ലോ ഈശ്വരാ. നിസാര കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ മോള് പേടിക്കാറില്ല. നീ എന്താ കാണിച്ചത്? ഞാനൊന്നും കാണിച്ചില്ല. നീ എന്താ ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ല. ഞാൻ സത്യം പറയാം. പറയണം, നീ എന്താ ചെയ്തത്? ചൂടാവരുത്, ഞാൻ പറയാം. അവൻ പറയട്ടെ. മുരാരി, ഞാൻ പറയാം. എന്തായാലും പ്രോഗ്രാം ഉറപ്പിക്കാൻ തീരുമാനിച്ചല്ലോ. കല്യാണം പ്രോഗ്രാമിന് മുമ്പ് ചെറുതായിട്ടൊന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കിയതാ. ഡാ,